ഹലോ, ഇന്നിപ്പോൾ കുറച്ച് ഉച്ചക്കത്തെ വിശേഷങ്ങളുമായിട്ടാണ് വന്നേക്കണത്. അപ്പോൾ ദേ എനിക്ക് നങ്കാണ് കിട്ടിയേക്കണത്. അതൊന്ന് ഇച്ചിരി ഒന്ന് വെള്ളം ഒഴിച്ചിടട്ടെ കേട്ടോ. അയ്യോ, എൻ്റെ ക്യാമറയിൽ വെള്ളം ഒഴിച്ചിട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുറച്ച് നേരം ഒന്ന് കുതിരാൻ വെച്ചേക്കട്ടെ. എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ തോല് പൊളിച്ചാണ് എടുക്കണത്. ഇവിടെ എല്ലാവർക്കും തോല് പൊളിച്ചെടുക്കണതിനോടാണ് കേട്ടോ താല്പര്യം. എന്നിട്ട് ഈ സൈഡിൽ ഇതൊക്കെ കളഞ്ഞിട്ട് തലയും കളഞ്ഞെടുക്കണം. പച്ച നങ്കാണെന്നും പറഞ്ഞാൽ തന്നത്. ഇനി കറി വെച്ച് കഴിയുമ്പോൾ അറിയാം. തിളപ്പിക്കാനായിട്ട് കഞ്ഞിയല്ല, അരി തിളക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിനി ഒന്ന് റൈസ് കുക്കറിലോട്ട് എടുത്ത് വെക്കണം. അതിന് ശേഷം മീൻ വെട്ടാമെന്നാണ് കരുതിയേക്കണത്. അല്ലെങ്കിൽ പകുതിക്ക് കൊണ്ട് എടുത്ത് കൈയൊക്കെ കഴുകി എടുത്ത് വെക്കേണ്ടി വരും. കഞ്ഞി തിളച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് റൈസ് കുക്കറിലൊന്ന് എടുത്ത് വെക്കട്ടെ കേട്ടോ. ഇനി ഇതേ പച്ചക്കറിയായിട്ട് വഴുതനങ്ങയാണ് കേട്ടോ. ഇതെൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന വഴുതനങ്ങയാണ്. അമ്മച്ചി നട്ടുപിടിപ്പിച്ച വഴുതനങ്ങ കേട്ടോ. നല്ല പച്ച കളറല്ല, നീളത്തിലിരിക്കണ വഴുതനങ്ങ ഉണ്ടല്ലോ, അതാണ്. പിന്നെ ഇതിൽ വഴുതനങ്ങ കറിക്കുള്ള ഉള്ളി, പിന്നെ മീൻ കറിക്കുള്ള തക്കാളി, ഉള്ളി എല്ലാം ചതച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ വെട്ടാം. അപ്പോൾ ഇനി മീനൊന്ന് വൃത്തിയാക്കി എടുക്കാം. ഇന്ന് രാവിലെ ഇവിടെ മീൻകാരൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചേട്ടനോടാണ് ഞാൻ മേടിച്ചത്. മിക്കപ്പോഴും ഞാൻ മാർക്കറ്റിൽ പോയി മേടിക്കാറുള്ളത്. ഇന്നിപ്പോൾ മോൾക്ക് പനിയായത് കാരണം മോളുണ്ട്. അതാണ് എനിക്ക് മാർക്കറ്റിൽ പോകാനായിട്ട് ചെറിയൊരു മടി പോലെ ഉണ്ടായിരുന്നു. പിന്നെയും നമ്മൾ ഡ്രസ്സൊക്കെ ചെയ്ത് പോകണമല്ലോ, വീട്ടിലിടണ വേഷത്തിൽ തന്നെ പോകാനായിട്ടൊരു ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ വാതിക്കൽ വന്നപ്പോഴേക്കും ഞാൻ മേടിച്ചതാണ്. നങ്കും ഉണ്ടായിരുന്നു, ചാളയും ഉണ്ടായിരുന്നു, പിന്നെ എന്താണ് കൂരിയില്ലേ, അതും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നങ്കാണ് മേടിച്ചത്. മോൾക്ക് നങ്ക് ഭയങ്കര ഇഷ്ടമാണ്. മോൾക്ക് മാത്രമല്ല, ഞങ്ങൾക്ക് 3 പേർക്കും ഭയങ്കര ഇഷ്ടമാണ് നങ്ക്. അപ്പോൾ നങ്കിൻ്റെ തൊലിയൊക്കെ ഇങ്ങനെ പെട്ടെന്ന് പോന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഐസാണ്, പച്ചയാണെന്നും പറഞ്ഞാണ് തന്നത്. എന്താണെന്ന് പച്ച നങ്കാണെങ്കിൽ ഇതിൻ്റെ തൊലി ഇങ്ങനെ പെട്ടെന്ന് പോരില്ല. നമുക്കൊന്ന് ഇച്ചിരി ബലം പിടിച്ച്, അതായത് ഇങ്ങനെ കൈവച്ച് വലിച്ചെടുക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാകും. ഇത് തൊട്ടപ്പോൾ തന്നെ പോന്നുണ്ടായിരുന്നു. എന്നിട്ട് തലയും വാലും അതിൻ്റെ സൈഡിൽ മുള്ളല്ല, ഒരു മുള്ളു പോലത്തെ ഒരു ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഭാഗമുണ്ട്. അതൊക്കെ വെട്ടിക്കഴിഞ്ഞിട്ട് ഉപ്പിട്ട് തേക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ തൊലി പൊളിച്ച് കളയണല്ലേ. അങ്ങനെ വെറുതെ ഒന്ന് വെള്ളത്തിലൊന്ന് കഴുകിയെടുത്താൽ മതി. ഒരു 3-4 വട്ടം കഴുകിയെടുത്താൽ മതി. അപ്പോൾ 2 അടപ്പിലും ചട്ടി വെച്ചിട്ടുണ്ട്. ഒന്നിൽ വഴുതനങ്ങ ഒന്ന് താളിച്ചെടുക്കാം, പിന്നെ ഇപ്പുറത്ത് മീനും ഒന്ന് തിളപ്പിച്ചെടുക്കാമെന്ന് കരുതി. അപ്പോൾ വഴുതനങ്ങയെ താളിക്കാനായിട്ട് സൺഫ്ലവർ ഓയിലാണ് എടുത്തേക്കണം. അതിലോട്ട് അരിഞ്ഞു വെച്ചേക്കണം സവാളയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇപ്പുറത്തെ അടുപ്പിൽ എണ്ണ ചൂടായപ്പോഴേക്കും ചതച്ച് വെച്ച ഉള്ളിയും ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വഴുതനങ്ങയുടെ മസാലപ്പൊടിയായിട്ട് വേറൊന്നുമില്ല, മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുത്തേക്കണത്. എന്നിട്ട് കഴുകി വെച്ചേക്കണ വഴുതനങ്ങ ഉണ്ടല്ലോ, അത് ഞാൻ വീണ്ടും വെള്ളത്തിൽ തന്നെയാണ് ഇട്ട് വെച്ചേക്കണം, അല്ലെങ്കിൽ അതിനൊരു കറ വരുമല്ലോ. അപ്പോൾ അതൊന്ന് നല്ല രീതിയിലൊന്ന് കൈകൊണ്ട് പിഴിഞ്ഞിട്ടാണ് ഞാൻ കറിയിലോട്ട് ചേർത്ത് കൊടുത്തേക്കണം. അല്ലെങ്കിൽ എന്താണെന്ന് പിഴിയാണ്ട് ചേർത്തിട്ടുണ്ടെങ്കിൽ അതിൽ വെള്ളം അത്യാവശ്യം ഇങ്ങനെ പിടിച്ചിരുന്നിട്ടുണ്ടാകും. അപ്പോൾ വെള്ളത്തിൻ്റെ ആവശ്യമില്ല സത്യം പറഞ്ഞാൽ. വഴുതനങ്ങ വേവാനായിട്ട് ഒരിത്തിരി ആവി മാത്രം കൊണ്ടാൽ മതി. അപ്പോൾ വഴുതനങ്ങ ഒക്കെ ഒരിത്തിരി നേരം കൂടി ഒന്ന് മൂടി വെച്ച് വേവിച്ചിട്ടുണ്ടെങ്കിൽ വഴുതനങ്ങ താളിച്ചതും റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നങ്ക് കറി വെക്കാം. അപ്പോൾ ഞാൻ സവാളയാണ് ചേർത്തേക്കണം. എന്താണെന്ന് വെച്ചാൽ ഉള്ളി എൻ്റെ കയ്യിലില്ലായിരുന്നു. അപ്പോൾ ഞാൻ 2 സവാള എടുത്തിട്ടുണ്ട്. അത് അരിഞ്ഞിട്ട് മിക്സിയിലിട്ടിട്ട് സവാള ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചെടുത്തതാണ് ചേർത്ത് കൊടുത്തേക്കണത്. ഇനി പൊടികളായിട്ട് ചേർക്കേണ്ടത് മഞ്ഞൾ പൊടി ചേർത്തിട്ടുണ്ട്, മുളക് പൊടി, പിന്നെ കുരുമുളക് പൊടി. കുരുമുളക് പൊടി നങ്കിലും പിലോപ്പിയിലൊക്കെ ഇടാറുണ്ട് കേട്ടോ. ഞാനിവിടെ ഇടാറുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ ഇടണം, എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പക്ഷേ ഈ നങ്ക് ഐസായിരുന്നു, അപ്പോൾ അത്രത്തോളം ടേസ്റ്റ് ഉണ്ടാവും എന്നറിയില്ല. പിന്നെ അതിൻ്റെ മീറ്റും ഇത്തിരി കുറവാണ്. ഇങ്ങനെ പരന്ന് ഇരിക്കണ നങ്കാണ്. സാധാരണ നങ്ക് പരന്നത് തന്നെയാണ്, പക്ഷേ ഒരിത്തിരി നമുക്കിങ്ങനെ കറി വെച്ച് കഴിയുമ്പോൾ ഇങ്ങനെ കിള്ളി എടുക്കാനായിട്ട് ഉണ്ടാകും. പക്ഷേ ഇതിലധികം ഇല്ലായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഇത് ഐസ് തന്നെയായിരുന്നു. നമുക്ക് ആ കളറ് കാണുമ്പോൾ അറിയാം, ഒരു വെള്ള കളറായിരുന്നു നങ്കിന്. ഇനി ആ മുളക് പൊടിയൊക്കെ ഒന്ന് മൂത്ത് കഴിയുമ്പോഴേക്കും ഒരു വലിയ തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ എരിവിനാവശ്യമായ പച്ചമുളക്, വേപ്പില, അതും നല്ല രീതിയിലൊന്ന് വഴണ്ട് കഴിയുമ്പോഴേക്കും പുളിക്ക് ആവശ്യമായ ഒരിത്തിരി വിനാഗിരി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പാകത്തിനുള്ള ഉപ്പ് കൂടി ഇടണം. പിന്നെ ചാറാണ് മെയിനായിട്ട് നോക്കേണ്ടത്. ഞാനിപ്പോൾ ഇച്ചിരി കൂടുതൽ ചാറ് വെച്ചിട്ടുണ്ട്. ഇവിടെ ചാറാണ്, എത്ര വെച്ചാലും തികയില്ല സത്യം പറഞ്ഞാൽ. പിന്നെ ഈ നങ്കിലൊക്കെ ഓവറായിട്ട് ചാറ് വെച്ചിട്ടുണ്ടെങ്കിലും ടേസ്റ്റ് ഉണ്ടാവില്ല. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം
ചാറില്ലാണ്ട് വറ്റിച്ചെടുക്കണതാണ് നങ്കിന് ടേസ്റ്റ്. ആ ഒരിത്തിരി ചാറോട് കൂടി കഴിക്കണതാണ് എപ്പോഴും ടേസ്റ്റ്. പക്ഷേ ഇവിടെ ഇപ്പം എന്ത് വെച്ചാലും ചാറ് വേണം. ചിക്കൻ കറിക്കാണെങ്കിലും ഇറച്ചിക്കറിക്കാണെങ്കിലും മീൻ കറിക്കാണെങ്കിലും ചാറ് അത്യാവശ്യം നല്ല രീതിയിൽ വേണം. അപ്പോൾ ഞാൻ ഈ നങ്കിയിൽ നിന്ന് കുറച്ച് നങ്കെടുത്ത് വറുക്കാനായിട്ട് പുരട്ടി വെച്ചിട്ടുണ്ട്. അത് ഞാനിപ്പോൾ ഉച്ചക്ക് വറുക്കണില്ല, ഞാനോർത്ത് രാത്രി വറുക്കാമെന്ന് ഓർത്തു. എനിക്ക് ഇപ്പോൾ എല്ലാം കൂടി ചെയ്യാനുള്ള നേരമില്ല, എനിക്ക് ഒരു സ്ഥലം വരെ പോകാനും ഉണ്ട്. അപ്പോൾ വേഗം തന്നെ കറികളൊക്കെ കൂട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അവിടേക്ക് പോകാമല്ലോ എന്ന് ഓർത്ത്. അതിൻ്റെ ഇടയിൽ കഞ്ഞിയൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു. ആദ്യം ഒരു തവണ ഞാൻ കഞ്ഞിവെള്ളമൊക്കെ ഊറ്റി കളഞ്ഞതാണ്. പിന്നെ ഒരു ഇത്തിരി കൂടി പോകാനുള്ളത് കാരണം ഞാൻ വീണ്ടും ഒന്നുകൂടി ചരിച്ചിട്ടേക്കണേണ്. അപ്പോൾ എൻ്റെ ഈ ചെടിയുടെ വെള്ളമൊക്കെ ഒന്ന് മാറ്റണേണ്. സത്യം പറഞ്ഞാൽ ഈ ചെടിയുടെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഇത് കുറച്ചുകൂടി വളരാനായിട്ട് വേര് പിടിക്കാനായിട്ട് വെള്ളത്തിയിട്ട് വെച്ചേക്കണേണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇതോടുകൂടി തീരണേണ്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ.